ആരോഗ്യമുള്ള സമയത്ത് അത്തരം രാസമാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും രോഗമുണ്ടാകുമ്പോൾ ആ രോഗം ശമിപ്പിക്കാൻ, താൽക്കാലിക ആശ്വാസം ലഭിക്കാൻ അലോപ്പതി മരുന്നിന്റെ ഉപയോഗം ക്യാൻസർ രോഗത്തിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് മലയാളികൾക്കിടയിൽ ക്യാൻസറിന്റെ രോഗം വല്ലാതെ വർദ്ധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. പണ്ട് കാലങ്ങളിൽ പുകവലിയും പുകയിലയുടെ ഉപയോഗത്തിലുള്ള മുറുക്കാനും ഒക്കെയാണ് ക്യാൻസർ ഉണ്ടാക്കിയത് എന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ടെങ്കിലും പുകവലിയുടെ ഉപയോഗം താരതമ്യേന മലയാളികൾ വല്ലാതെ കുറഞ്ഞു. എന്നിട്ട് പോലും ക്യാൻസർ രോഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളായാലും മറ്റു പല സംസ്ഥാനങ്ങളിലും പുകവലിയുടെ ഉപയോഗവും മുറുക്കാനും ഒക്കെ തന്നെ വളരെയധികം ഉണ്ടെങ്കിലും അവിടെ ക്യാൻസർ രോഗികൾ താരതമ്യേന കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പുകവലിയും പുകയിലെ ഉപയോഗം കുറഞ്ഞതിന് ശേഷം പോലും മലയാളികൾ ക്യാൻസർ രോഗത്തിന് ഇരയാകുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെയാണ് നിലവിൽ മലയാളികൾ ഉപയോഗിക്കുന്ന അലോപ്പതി മരുന്നിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതെ, നാം ആഹാരത്തിൽ കീടനാശിനിയുടെയും വളപ്രയോഗങ്ങളുടെയും രാസവള പ്രയോഗങ്ങളെയും ഒക്കെ തന്നെ വലിയ ഭയത്തോടെ കാണുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള രാസവസ്തുക്കൾ രോഗചികിത്സക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നു അലോപ്പതി ചികിത്സയിലൂടെ. ഈ ചികിത്സാ രീതി, അലോപ്പതി മരുന്ന് ഉപയോഗിച്ചുള്ള ഈ ചികിത്സാ രീതി കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആരും സംശയിക്കുന്നുമില്ല. അതെ, ഇന്ന് പലരും പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്തു വെച്ച പഴങ്ങളോ പച്ചക്കറിയോ അല്ലെങ്കിൽ വെയിൽ കൊണ്ട വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ മറ്റു പല കാരണം കൊണ്ടോ ക്യാൻസർ ഉണ്ടാകുമെന്ന് പ്രചരിക്കപ്പെടുമ്പോൾ മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അലോപ്പതി മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകും എന്ന വസ്തുത മറച്ചുവെക്കപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ക്യാൻസർ യഥാർത്ഥ കാരണം അലോപ്പതി മരുന്നാണ് തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരം ബലഹീനമാണ്. ഈ ബലഹീനമായ സാഹചര്യത്തിൽ രാസമരുന്നുകൾ കഴിക്കുന്നതും നല്ല ആരോഗ്യമുള്ള സാഹചര്യത്തിൽ നമ്മൾ പാക്കറ്റ് ഫുഡുകളായിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല പ്രിസർവേറ്റീവുകൾ ആയിക്കൊണ്ടോ തന്നെ രാസ കൂട്ടുകൾ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നത് അവിടെ തന്നെയാണ്. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് അത്തരം രാസമാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും രോഗമുണ്ടാകുമ്പോൾ ആ രോഗം ശമിപ്പിക്കാൻ, താൽക്കാലിക ആശ്വാസം ലഭിക്കാൻ അലോപ്പതി മരുന്നിന്റെ ഉപയോഗം ക്യാൻസർ രോഗത്തിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതെ, നമ്മൾ കേട്ടിട്ടുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന റാൻറ്റോഡിൻ, റെൻടാക് പോലെയുള്ള വളരെ സാധാരണമായി മലയാളികൾ വയറുവേദനയ്ക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും നെഞ്ചരിച്ചിൽ കഴിച്ചുകൊണ്ടിരുന്ന ഇത്തരം മരുന്നുകൾ ക്യാൻസർ രോഗത്തിന് കാരണമാണെന്ന് നാം പഠിക്കുന്നു. എത്ര അലോപ്പതി മരുന്നുകളാണ് ആ മരുന്നിന്റെ ഉപയോഗം കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം നിരോധിക്കപ്പെടുന്നത്. അത് പ്രമേഹ മരുന്നുകളായാലും പ്രഷർ മരുന്നുകളായാലും സന്ധിവേദന മരുന്നുകളായാലും മറ്റ് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അതിന്റെ ഉപയോഗത്തിലൂടെ ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിരോധിക്കപ്പെടുമ്പോൾ അലോപ്പതി മരുന്നിന്റെ വളരെയധികം ഉപയോഗമുള്ള സംസ്ഥാനമായ മലയാളികൾ ക്യാൻസർ രോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും ക്യാൻസറിന് ഇത്തരം രോഗങ്ങൾക്കുള്ള ചികിത്സക്ക് ഉപയോഗിക്കുന്ന രാസമരുന്നുകളാണെന്ന് സംശയിക്കാതെ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ വാരിക്കോരി കഴിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. പലപ്പോഴും നിങ്ങൾ കഴിക്കുന്ന രാസമരുന്നുകൾ തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ബോധപൂർവം നമ്മൾ മറക്കുകയാണോ അല്ലെങ്കിൽ ആരെങ്കിലും മറച്ചു വെക്കുകയാണോ എന്ന് നാം സ്വയം ചിന്തിക്കുക. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അക്യുപഞ്ചർ പോലുള്ള ചികിത്സകൾ വളരെ സുരക്ഷിതമാണ്. മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ പരിപൂർണമായ രോഗശമനം കൊണ്ടു നീങ്ങാൻ സഹായിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ എന്നുള്ളത്. ഇത്തരം ചികിത്സകൾ ഇന്ന് കേരളക്കാർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഉപയോഗത്തിലൂടെ നിത്യേന മരുന്ന് കഴിക്കുന്ന എത്രയോ ആളുകൾ, അത് പ്രമേഹത്തിനായാലും പ്രഷറിനായാലും സന്ധിവേദനക്കായാലും തൈറോയിഡിനായാലും യൂറിക് ആസിഡിനായാലും ശ്വാസം മുട്ടലിനായാലും ചർമ്മരോഗങ്ങൾക്കായാലും പരിപൂർണമായി മരുന്ന് ഒഴിവാക്കി രോഗചികിത്സയിൽ വലിയ വിജയം കൊയ്യുന്ന അക്യുപഞ്ചർ ചികിത്സ ഇന്ന് കേരളത്തിൽ വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ ആഗ്രഹം, നിങ്ങൾ ഓരോരുത്തരും, എന്റെ ശ്രദ്ധ ഓരോരുത്തരും, നിങ്ങൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം.
അതെ, രോഗങ്ങൾ പല സമയത്ത് അസ്വസ്ഥപ്പെടുത്തിയേക്കാം. ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അതിന് താൽക്കാലിക ആശ്വാസം എന്ന രൂപത്തിൽ നിങ്ങൾ അലോപ്പതി മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അപകടം ഒളിഞ്ഞിരിക്കുന്നത് കാര്യം തിരിച്ചറിയുക. രോഗചികിത്സകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, താൽക്കാലികമായ ആശ്വാസം ലഭിക്കുന്നവ. രണ്ട്, പരിപൂർണമായി സുഖപ്പെടുന്നവ. ഇത് തരംതിരിക്കേണ്ടതുണ്ട്, ഇതിനെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റിലീഫ്, എല്ലാ അലോപ്പതി മരുന്നും റിലീഫാണ് പ്രദാനം ചെയ്യുന്നത്, പരിപൂർണമായ രോഗശമനമല്ല, താൽക്കാലിക ആശ്വാസം. അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സകൾ പരിപൂർണമായ രോഗശമനം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു. അതുകൊണ്ട് പരിപൂർണമായ രോഗശമനം സാധ്യമാക്കുന്ന ഓരോ ആരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സാ സമീപനങ്ങളും അക്യുപങ്ക്ചറിലൂടെ ആണെന്നുള്ളതും, അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ ആ അലോപ്പതി മരുന്ന് താൽക്കാലികമായ ആശ്വാസം നൽകുന്നതിൽ വലിയ സഹായം ചെയ്യുന്നത് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഓരോ താൽക്കാലിക ആശ്വാസങ്ങൾക്കും പരിപൂർണമായ രോഗശമനം ലഭിക്കുന്നതിൽ മാത്രമല്ല വീണ്ടും വീണ്ടും അതേ മരുന്നുകൾ ദീർഘകാലം കഴിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ദീർഘകാലം കഴിക്കുന്ന മരുന്നിന്റെ ഉപയോഗം കൊണ്ടാണ് ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആയ കിഡ്നി ഫെയിലിയർ ആയാലും പാർക്കിൻസൺസും ആയാലും ക്യാൻസർ ആയാലും വലിയ വലിയ മാരരോഗങ്ങളിലേക്ക് മലയാളികൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അക്യുപങ്ക്ചർ തിരഞ്ഞെടുക്കുക. തീർച്ചയായും പരിപൂർണമായ രോഗശമനം അക്യുപങ്ക്ചർ ലഭിക്കുന്നു. മാത്രമല്ല വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് നാം ഭയക്കുന്ന, പലപ്പോഴും ക്യാൻസർ എന്ന പേര് പോലും പറയാൻ ഭയക്കുന്ന അത്രയും മാരകമായ രോഗങ്ങൾ അലോപ്പതി മരുന്നിന്റെ നിത്യ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് പുതുതായി അക്യുപങ്ക്ചർ അക്കാദമി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്വീകരിക്കുകയും ഈ ചികിത്സ കഴിവിന്റെ പരമാവധി ജനങ്ങൾ പഠിക്കുകയും ഈ ചികിത്സ ജനങ്ങളുടെ ചികിത്സാ രീതിയായി ചികിത്സ ശീലമായി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ശീലത്തിലൂടെ ഇന്ന് മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ക്രമമായ അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഇന്ന് മലയാളികൾ വളരെയധികം ക്യാൻസർ രോഗങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തടയിടാൻ ഒരു ശരാശരി സാമൂഹ്യ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ഓരോ മലയാളിയും എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിലവിൽ കഴിക്കുന്ന പരിപൂർണമായ ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇത്തരം മരുന്നില്ലാത്ത വളരെ സുരക്ഷിതമായ ചികിത്സകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് പഠിക്കേണ്ടതുണ്ട്, അത് പ്രചരിക്കപ്പെടേണ്ടതുണ്ട്, ജനങ്ങൾ അതിനെ കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതെ, ഇന്ന് വളരെയധികം ജനങ്ങൾ അക്യുപങ്ക്ചർ ചികിത്സയിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്, കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും ഇത് നല്ലൊരു ജോലിയാണെന്നോ നല്ല പ്രൊഫഷൻ ആണെന്നോ മനസ്സിലാക്കാതെ മറ്റു ചികിത്സാ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ സമയം ചിലവാകുന്നത് പോലെ ഇന്ന് അക്യുപങ്ക്ചറിലേക്ക് കടന്നു വരാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായും വളരെ മഹത്തരമായ ജനനന്മക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ചികിത്സാ ശാസ്ത്രമാണ് അക്യുപങ്ക്ചറിലുള്ളത്. ഈ ചികിത്സയെ നിങ്ങൾ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഓരോ മലയാളിയും ഇനിയെങ്കിലും ക്യാൻസറിനെ ഇരയാവാതിരിക്കാൻ ഇനി നമുക്ക് നിലവിലുള്ള രാസമരുന്നുകൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് വളരെ സുരക്ഷിതമായ അക്യുപങ്ക്ചർ ചികിത്സയിൽ കടന്നു വരാമെന്ന് ഓരോ മലയാളികളെയും അക്യുപങ്ക്ചർ ചികിത്സ രീതിയെ പഠിക്കാനും പ്രചരിപ്പിക്കാനും പങ്കാളിയാകണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്ക് നിർത്തുന്നു. താങ്ക് യു.